റോഡ് വിട്ടിട്ടാണ് ദീപാവലി വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡിലല്ലേ പൊട്ടിക്കുന്നത്. ഇത്രയും മാറിയിട്ടുണ്ട്. എന്തിനാണ് ഈ നാടകം കളിച്ച് ഈ നടപടികളിലേക്ക് പോവാം. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഇച്ചിരി വൈഡ് നിന്നിട്ട് എല്ലാരും ഇച്ചിരി വൈഡ് നിന്നിട്ട് സന്തോഷം ബാക്ക് വേടാ ഒന്നാമത് പടക്കം. അതെ, നമ്മൾ ഇറങ്ങി ഇച്ചിരി ബാക്ക് ഇറങ്ങി നമുക്ക് ഇറങ്ങിക്കണം. ഇങ്ങോട്ട് 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 ഇടോ ബൈക്കിലൊക്കെ ആണെങ്കിൽ സേബു ഇങ്ങോട്ട് നോക്കാൻ പറ. സേബു തന്നെ കോടതി അതിരൂക്ഷമായി ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ പോലീസ് തടയാണോ? തടയാൻ പോലീസ് എന്നിട്ടും പോലീസ് ഒരു എഫ്ഐആർ പോലും കേസിൽ കുടിക്കുന്നവർക്ക് എടുത്തിട്ടില്ല. ആ വേദന എടുത്ത പുരുഷന്മാർക്ക് നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവ്വം കൊടുക്കുക. ഹണി ട്രാപ്പിപ്പെടുത്തിയതാണ്. ഹണി റോസ് ഹണി ട്രാപ്പിപ്പെടുത്തിയതാണ്. ഞങ്ങളെ മിത്രങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ സന്തോഷ പ്രകടനമാണ്. ഞങ്ങള് ആ പടക്കം പൊട്ടിക്കാൻ തന്നെയാണ്. നിയമലംഘനമല്ല. അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് നട റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത എന്താ? ദീപാവലിക്ക് വെകുണ്ട് ഇത് വെറുപ്പോ? അതൊന്നുമല്ല. ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കങ്ങളെ ഈ പടക്കം കൊണ്ടുവന്ന് തന്നെ പടക്കങ്ങളെ ഇന്നലെ പോലീസ് ഒക്കെ പറഞ്ഞതാണ്. ഇന്നലെ പോലീസ് ഒക്കെ അല്ലാന്ന് പറഞ്ഞു. വീണ്ടും പൊട്ടിക്കാൻ പാടില്ല കേസ് വരില്ലേ? ഇന്നലെ പോലീസ് പൊട്ടിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല. ഈ നാടകങ്ങൾ എന്തിനാണ് വീണ്ടും എന്നാൽ നിങ്ങൾ പടക്കം പൊട്ടിക്കാനുള്ള സമയം ആരാണ് നാടകം കളിച്ചത്? ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നത് പോലീസാ, നമ്മളല്ല. ഞങ്ങൾക്ക് നാടകം കളിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കാനുള്ള സമയം തരും. ജയിൽ അവിടെയല്ലേ? ഞങ്ങൾ എന്തോരം മാറിയാണ് പോവാണെങ്കിൽ ഇത് ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ കിടന്നോളാം. ആയിക്കോട്ടെ, അടുത്തൊരു കേസൂടെ ആയിക്കോട്ടെ. ഇത് ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ കിടന്നോളാം. ഞങ്ങളുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം. ഈ മാലപ്പെട്ട ദീപാവലി നട ഓടി പാറമടക്കാര് വലിയ അതുപോലെ ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നത് നടു റോഡില്. ഞങ്ങളെ ഒരു ഇത്രയും ആർക്കും ശല്യം ഇല്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും പാവം ലോപിച്ചെമ്മണൂറിന് വേണ്ടി. ഞങ്ങള് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സംഘടനപരമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇനി തൃശ്ശൂർ പോയി ഞങ്ങൾ മാലയിടും. അപ്പൊ പടക്കം പൊട്ടിച്ചിട്ട് പോവുക. തൃശ്ശൂർ മാലയിടാൻ പോവുക. ഞങ്ങൾ എന്താ പോലീസ് ഒന്നും അല്ല ഇതിൽ. ഇന്നലെ പോലീസ് പറഞ്ഞല്ലോ ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇന്നലെ പറഞ്ഞ പൊട്ടിക്കും. ഞങ്ങളുടെ ജയിലിറങ്ങിയ സന്തോഷം ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. കേസിൽ
ഏറ്റവും വലിയ അതിശക്തമായ പ്രതിഷേധമാണ്. അധിക്ഷേപിച്ചില്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? വലിയ അധിക്ഷേപം നടത്തിയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും മണി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം വേറെ ഒരു കുണ്ടീദേവി വിളിച്ചതിനല്ലേ ജയിലിൽ കിടന്നത്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, 4 മാസം ഈ ഹണി റോസ് എവിടെയായിരുന്നു? അല്ല, പടക്കം പൊട്ടിക്ക് ഞങ്ങൾക്ക് ഇന്നലെ അനുവാദം കിട്ടിയതാ, പൊട്ടിച്ചോളെ. ഈ പോലീസുകാരെ നിങ്ങൾ തന്നെ പറഞ്ഞ നിങ്ങൾ പൊട്ടിക്കില്ല, പൊട്ടിക്കണ്ടെന്നാ പറയുന്നത്. ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും, ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. പോലീസുകാരെ സവാലേ വേണ്ടടാ ഇതൊന്നും വാ. പോലീസ് പിടിച്ചെടുത്തു. പോലെ ഒരു സുരക്ഷിത മേഖലയിൽ സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ, ജയിലിന് മുന്നിലാണ് പൊട്ടിക്കാൻ. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ? അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷൻ ആണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കലല്ലേ നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും കേട്ടോ. അത് തന്നെയാണ് എന്തായാലും